അടുത്തത് ആശംസകൾ അർപ്പിക്കാനായിട്ട് നമ്മുടെ നിയോജകമണ്ഡലത്തിന്റെ പ്രസിഡന്റും ജില്ലയുടെ വൈസ് പ്രസിഡന്റുമായ ശ്രീ അസീസ് മൊലി. ബഹുമാന്യ അധ്യക്ഷൻ യൂണിയൻ്റെ പ്രസിഡന്റുമായ സുധീർ മേനോൻ, യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി അരുൺ, യൂണിയൻ്റെ ട്രഷറർ ജോയി, എൻ്റെ സഹപ്രവർത്തകനും ജില്ലാ സെക്രട്ടറിയുമായ കെ ടി ജോയി, എൻ്റെ സഹപ്രവർത്തകൻ നിയോജകമണ്ഡലം ട്രഷറർ സന്തോഷ്, വനിതാ വിങ്ങിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ജയ പീറ്റർ, ഇന്ന് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ വിങ്ങിൻ്റെ ഭാരവാഹികൾ, ഉത്തരവിങ്ങിൻ്റെ ഭാരവാഹികൾ, ഏറ്റവും പ്രിയപ്പെട്ട വീടിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, പ്രവർത്തകർ, കമ്മിറ്റി അംഗങ്ങൾ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ പുന്നൂരുന്തി യൂണിറ്റിൻ്റെ ഈ വാർഷിക പൊതുയോഗം, അതിനൊപ്പം തന്നെ കുടുംബസംഗമവും, അതിനൊപ്പം തന്നെ വനിതാ വിങ്ങിൻ്റെ രൂപീകരണവും നടത്തുന്നു. വളരെ അധികം അംഗങ്ങൾ, ആദ്യം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഹോൾ നിറച്ച ആളുകൾ, അംഗങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങളും കുഞ്ഞുമക്കളും, ഇന്ന് ഈ സമയം വരെ ഒരു ആൾ പോലും മേടിച്ചു പോകാതെ എല്ലാവരും ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ മാത്രം പ്രതീക്ഷിച്ച് അതിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രധാന ലക്ഷ്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഇന്നിവിടെ നടക്കുന്ന കുടുംബസംഗമാണ്. അതിൽ നടക്കുന്ന കലാപരിപാടികളും മറ്റും നടത്തുമെന്നാണ് നേരത്തെ ഇവിടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ നോട്ടീസിൽ നോക്കുമ്പോൾ 5 മണിയാണ് സമയം വെച്ചിരിക്കുന്നത്. എന്തായാലും 5 മണിക്കൊന്നും കുടുംബസംഗമം മറ്റും തീരാൻ സാധ്യത കുറവാണ്. ഈ പുന്നൂരുന്തി യൂണിറ്റ് തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ 12 യൂണിറ്റുകൾ എടുത്തു പറയാവുന്ന യൂണിറ്റുകളുടെ പ്രകടനമാണ്. ഇവിടുത്തെ മുൻകാല പ്രസിഡന്റ് ഷാജി, എനിക്ക് ആദ്യകാലം മുതൽ ഞാൻ യൂണിറ്റിൻ്റെ എന്ത് പരിപാടികൾക്കും എന്തിനും നേരിട്ട് ആക്കി വിളിക്കുന്ന ഒരു വ്യക്തി ഷാജിയാണ്. അദ്ദേഹത്തിൻ്റെ എനിക്ക് താല്പര്യമുള്ള ഒരു പ്രധാന വിഷയം അദ്ദേഹത്തിൻ്റെ കൃഷിയാണ്. ഞാനൊരു കർഷകൻ്റെ മകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷിയോട് എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട്. നമ്മളുടെ യൂണിറ്റ് സുധീർ മേനോനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട, എന്നാലും ഞാൻ സുധീർ മേനോൻ യൂണിറ്റിൻ്റെ ഭാരവാഹി അയക്കുന്നതിന് മുമ്പ് തന്നെ സുധീർ മേനോനെ കൊണ്ട് എൻ്റെ ക്ലാസ്സിൽ പല പ്രാവശ്യവും നേതൃത്വ പരിശീലന ക്യാമ്പിലും മറ്റും ക്ലാസ് എടുപ്പിക്കുക ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുൻകാലങ്ങളിൽ തന്നെ പരിചയമുള്ള ഒരു വ്യക്തി. കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ വന്നപ്പോൾ അദ്ദേഹം ഈ യൂണിറ്റിൻ്റെ പ്രസിഡന്റാകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു അതിശയം കാണിക്കുന്നു. അതായത് നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പാഠകം ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം അത് ഇവിടെ പ്രകടിപ്പിച്ചു. മറ്റുള്ള ലോകകാര്യങ്ങളെക്കുറിച്ച് എല്ലാം നല്ല പരിചയവും നല്ല അറിവും അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സമയങ്ങളും പകർന്നു തരുന്ന ഒരു കർത്തവ്യമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇന്നത്തെ ഈ കുടുംബസംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇന്നത്തെ വനിതാ വിങ്ങിൻ്റെ രൂപീകരണത്തിനും ഇന്നത്തെ കുടുംബസംഗമത്തിനും ഇന്നത്തെ ഈ വരവ് ചെലവ് കണക്കുകൾ അത് അവതരിപ്പിച്ച് പാസ്സാക്കി, കണക്കുകൾക്കും യാതൊരു ആർക്കും സംശയമില്ലാത്ത വിധത്തിൽ അതും അവതരിപ്പിച്ച് പാസ്സാക്കി എല്ലാത്തിനും ഒരിക്കലും മാത്രം അതിനെക്കുറിച്ച് ആശംസ അർപ്പിക്കുക എന്നുള്ള ആ ഒരു കർത്തവ്യം മാത്രം നിർവഹിച്ചുകൊണ്ട് ഈ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്മാറുന്നു. ശരിയായ വ്യവസായി അടുത്തത് നമ്മുടെ നിയോജകമണ്ഡലത്തിൻ്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ ജില്ലയുടെ സെക്രട്ടറിയും കൂടിയായ ശ്രീ ജോയി കെ ടി അവരെ ക്ഷണിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുന്നൂരുന്തി യൂണിറ്റിൻ്റെ പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ ശ്രീ സുധീർ മേനോൻ, ഇന്ന് യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്തു പോയ സംസ്ഥാന സെക്രട്ടറിയും ജില്ലയുടെ ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് എ ജെ റിയാസ്, ജില്ലയുടെ ഉപാധ്യക്ഷനും മണ്ഡലം പ്രസിഡന്റുമായ ശ്രീ അസീസ് മൊലി, മണ്ഡലം ട്രഷറർ ശ്രീ സന്തോഷ്, ഈ യൂണിറ്റിൻ്റെ സെക്രട്ടറി അരുൺകുമാർ, ട്രഷറർ ജോയി, വനിതാ സംസ്ഥാന സെക്രട്ടറിയും
എറണാകുളം ജില്ലയുടെ പ്രസിഡന്റുമായ ജയ പീറ്റർ, ഇന്നിവിടെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ ബാങ്കിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഖജാൻജി, നിങ്ങളുടെ ഈ യൂണിറ്റിലെ വൈസ് പ്രസിഡന്റ് അനിൽ ജോസഫ്, വൈസ് പ്രസിഡന്റ് ബിനീഷ് എൻ വി, കമ്മിറ്റി അംഗങ്ങളായ ഷാജി, റിച്ചിമോൻ, സുനിൽ, ജോഷി, സൂരജ്, അബ്ദുൽ ലത്തീഫ്, ആൻ്റണി ജോസഫ്, ഷെയ്സൻ എം എം, സുനിൽ ജോസഫ്, സാബു അരവിന്ദ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് വിവേക്, യൂത്ത് ജനറൽ സെക്രട്ടറി അനൂപ്, പ്രിയ വ്യാപാരി സുഹൃത്തുക്കളെ, ഇന്നിവിടെ അവാർഡ് ദാനങ്ങൾ ഏറ്റുവാങ്ങിയ പ്രിയ വിദ്യാർത്ഥികളെ, പ്രിയ കുടുംബിനികളെ, വളരെ മനസ്സിന് ഇമ്പം തോന്നുന്ന ഒരു സദസ്സാണ് ഇവിടെ കൂടിയിരിക്കുന്നതെന്ന് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മൾ പറയാറുണ്ട്, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പം വരുന്നതാണ് ഒരു കുടുംബം. ഇന്നിവിടെ ഇത്രയും പേരിവിടെ വന്നത് കുടുംബിനികളോട് കൂടിയാണ്. അതായത് ഒരു ഭർത്താവ് രാവിലെ കടയിലേക്ക് പോകുമ്പോൾ ഇതിലിരിക്കുന്ന എല്ലാവരും കച്ചവടക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാവിലെ മുതൽ രാത്രി വരെയും കടയിൽ അധ്വാനിച്ച് വരുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള അവരെ നമ്മളുടെ ബഹുമാനിക്കുമ്പോഴൊക്കെ അത് അവർക്ക് കിട്ടുന്ന ഒരു പ്രചോദനം ഈ നിങ്ങളിവിടെ കാണിക്കുന്ന ഈ കൂട്ടായ്മയിൽ വളരെ നല്ലൊരു കൂട്ടായ്മയോടാണ് ഇവിടെ അവർ കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ അസീസിച്ച പറഞ്ഞതുപോലെ എല്ലാവരും കസേരയിൽ വളരെ തുച്ഛമായ ആളുകളെ എണീറ്റ് പോയിട്ടുള്ള അത്യാവശ്യം കൊണ്ടായിരിക്കാം. എന്നാലും ഇനി നിങ്ങൾ വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്, എന്താ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാനുള്ള ആളുകൾ കൂടെ ഉണ്ടാവും. അതെല്ലാം ശരിയാണ്. പക്ഷേ ഈ യൂണിറ്റ് വളരെ അച്ചടക്കത്തോടു കൂടി എല്ലാ കാര്യങ്ങളും എന്നോട് തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ക്ലാസ് എടുക്കുന്ന സുബ്രഹ്മണ്യൻ സാറാണെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും, ചോദിച്ചിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കുടിച്ച് കൂട്ടിച്ചേർക്കാനോട് ചോദിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളുടെ പ്രസിഡൻ്റായ സുബ്രഹ്മണ്യനുണ്ട്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും, അതനുസരിച്ച് കാര്യങ്ങൾ മുന്നിട്ട് പോവുകയും ചെയ്യും. ഞാൻ കൂടാതെ കഴിഞ്ഞ പൊതുയോഗത്തിൽ പറഞ്ഞു പോയൊരു കാര്യം പ്രസിഡന്റ് അക്ഷരാർത്ഥത്തിലൂടെ നടപ്പാക്കി. എന്താണ് കഴിഞ്ഞ പൊതുയോഗത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്, ഇവിടെ എത്രയോ വനിതകൾ ഇരിക്കുന്നു, ഒരു വനിതാ കൂട്ടായ്മ ഇവിടെ ഉണ്ടാക്കണം, വനിതാ രൂപീകരിക്കണമെന്ന് പറഞ്ഞത് ഇവിടെ സാഹചര്യമായിരിക്കണം. അതുകൊണ്ട് ഞാൻ സുബ്രഹ്മണ്യനടക്കം ഈ കമ്മിറ്റിയെ മുക്തമായിട്ട് പ്രശംസിക്കുകയാണ്. കാരണം അത് നടക്കുകയാണ്, കാരണം എല്ലാ യൂണിറ്റിലുണ്ട്. പിന്നെ 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയേക്കാം, കാരണം കലാപരിപാടികളൊക്കെ കാണാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കണം. നമ്മളിപ്പോൾ വ്യാപാരികൾ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ വ്യാപാരികൾക്കും ഇന്ന ഒരാളെ ചൂണ്ടിക്കൊണ്ട് ഇന്ന ആളാണെന്ന് പറയാൻ, എല്ലാവരും ഏതൊക്കെ കടയിലെ ആളുകളാണെന്ന് പറയാനും ആൾക്കാർക്ക് സാധിക്കും. ഇവിടെ ഇത്രയും കച്ചവടക്കാർ പൊന്നെടുത്ത് ഓടിയിട്ടുള്ളവരാണ് അല്ലേ? ആ യൂണിറ്റുള്ള ഒരു കച്ചവടക്കാരൻ പറയുന്നത് എനിക്ക് എല്ലാ കച്ചവടക്കാരനും അറിയാവുന്ന ഒരു കച്ചവടക്കാരൻ സ്വാഭാവികമായിട്ട് ഒരു യൂണിറ്റ് ഉണ്ടാകാറില്ല. ഇപ്പോൾ എന്നുവെച്ചാൽ നമ്മളെല്ലാവരും അറിയണമെന്നാണ് ഞാൻ പറയുന്നത്. എന്താ കാര്യം, നമ്മൾ പറയും കച്ചവടമൊക്കെ പോയി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ കച്ചവടം അതിങ്ങനെയൊക്കെ പോകുന്നു. അങ്ങനെയൊക്കെ പോയാൽ പോരാ, കച്ചവടം ഉണ്ടാക്കിയെടുക്കുന്നതിന് തന്ത്രം ഉപയോഗിക്കും. നമ്മളൊക്കെ വ്യാപാരികളുടെ തന്ത്രങ്ങളുടെ ആവശ്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ വ്യാപാരികൾ തന്നെപ്പെട്ടവർ നമ്മുടെ പൊന്നുരുത്തി പ്രദേശത്തുള്ള വ്യാപാരികളോട് തന്നെ സാധനങ്ങൾ വാങ്ങിച്ചാൽ ആ വാങ്ങാൻ വരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന ആളാണ്, ഈ നമ്മുടെ കച്ചവടക്കാരനാണെന്ന് മനസ്സിലാക്കി ഒരു തുച്ഛമായ ഒരു ലാഭം കുറച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ ആ കടയിൽ ഏതൊരു വ്യാപാരിയും വന്ന് വാങ്ങാനും. എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിപ്പോകുന്നത്? അവിടെ ഇത് കുറച്ച് കിട്ടും, ഇവിടെ കുറച്ച് കിട്ടും. ഇത് പറയുമ്പോൾ നമ്മുടെ സഹോദരങ്ങളായ വ്യാപാരികൾ, ആ പ്രദേശത്തുള്ള വ്യാപാരികൾ എന്തെങ്കിലും ആവശ്യമായി ഓടിക്കൊടുന്ന ആ വ്യാപാരികളാണ്. ആ വ്യാപാരികളുടെ കൂടെ നമ്മൾ കൂട്ടമായി നിൽക്കുന്നതുകൊണ്ട് അവരുടെ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. വ്യാപാരികളുടെ നേരിടാൻ ഒരു പരിധി ആ കടകളിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്നത് അന്യോന്യം ഒരു ബന്ധം കിട്ടും. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കസേരകളിൽ എല്ലാവരും ഇരിപ്പുണ്ട്. ഇടത്തിരിക്കുന്ന ആളാരാണോ വലത്തിരിക്കുന്ന ആളാരാണോ തന്നെ
അറിയാവുന്ന കുറച്ചേ ഉണ്ടാവും, എന്നാൽ കൂടുതലും അറിയാത്ത ആളുകളാണ്. പക്ഷേ ആ ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ കച്ചവട സ്ഥാപനത്തിൽ ഉയർച്ച ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞില്ലേ, കച്ചവടത്തിൽ ആത്മവിശ്വാസം വേണം എന്നുവെച്ചാൽ നമുക്ക് എനിക്ക് കഴിയും, എനിക്ക് കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ ഉന്നതിയിലെത്തിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയാൽ മാത്രമേ അത് നടക്കുള്ളൂ. ഒരു കുട്ടി ഓടാൻ നിൽക്കുന്ന കുട്ടി ഓഡിയൽ മാർക്കറ്റിങ്ങോ അപ്പം എന്ന് പറഞ്ഞ് ആ ബിസിലടിക്കാൻ നോക്കി നിൽക്കുന്ന കുട്ടി വിചാരിക്കുകയാണ് ഞാൻ ഓഡിയൽ എത്തില്ല എന്ന് കുട്ടി വിചാരിക്കുകയാണെങ്കിൽ ആ കുട്ടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കും. ബിസിലടി വെച്ച് കേൾക്കില്ല, ഓഡിയൽ മാർക്കറ്റിങ്ങോ പോയി ആലോചിച്ചിട്ട് വെച്ചിട്ട് ബാക്കി എല്ലാവരും ഓടി പ്രൈസുമായി. അതുപോലെ നമുക്ക് നമ്മുടെ കട ഉന്നതിയിൽ എത്തിക്കണമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ കച്ചവടം അടുത്തുള്ള കടക്കാരെ നമ്മൾ സഹായിക്കുക എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്ത് സഹായിക്കുക. അങ്ങനെ ഒരു സമീപനം എല്ലാവരും ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ആളുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് പരിചയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബന്ധം. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ബേക്കറി നടത്തുന്ന നമ്മുടെ വിപിന് കടയിൽ പോയാൽ ഇവിടെ ഞാൻ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ മാത്രമല്ല അല്ലാതെ പരിചയപ്പെട്ടു അവിടെ ചെന്ന നമ്മൾ ആവശ്യമായ കാര്യങ്ങളെടുത്തു നമുക്കതിൻ്റേതായ ഒരു ഡിസ്കൗണ്ട് വിപിൻ തരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആ ബേക്കറി പോയി വാങ്ങാൻ എനിക്ക് തോന്നൂലേ, സ്വാഭാവികമല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും ആ കിട്ടുന്ന ലാഭം എൻ്റെ പെട്ടി കിടക്കട്ടെ എന്ന് വിചാരിക്കണമെന്നാണ് ഞാൻ പറയുന്ന ഏക ഒരു മാർഗം നമ്മുടെ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു രൂപയാകട്ടെ 2 രൂപയാകട്ടെ, ഒരു 502 രൂപയുടെ ഒരു പർച്ചേസ് ചെയ്യുന്ന ഒരാളോട് 2 രൂപ ചോദിക്കുന്ന ഒരു വ്യാപാരി ആ കച്ചവടം ഇല്ലാത്തവരാണെന്ന് ഞാൻ പറയുള്ളൂ. ശരിയല്ലേ? ആ 2 രൂപ 502 രൂപയുടെ പർച്ചേസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയത് നമുക്കറിയാം, വ്യാപാരികളെല്ലാവരും ആ 2 രൂപ വിട്ട് ചെയ്യുമ്പോൾ ആ കസ്റ്റമർക്ക് 2 രൂപയും കൂടി ചോദിച്ചല്ലോ എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാതെ എല്ലാവരുമായിട്ട് സഹകരിച്ച് കച്ചവടം അവരവരുടെ പ്രദേശങ്ങളിലുള്ളവരോട് തന്നെ വാങ്ങി ഈ വലിയ ആളുകളെയൊക്കെ കൊണ്ടുപോയി നടന്നാലൊന്നും നമുക്കൊന്നും വിജയം കിട്ടില്ല. ആളുകളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ 2 രൂപ ലാഭത്തിന് ഓടി ആളുകളിൽ പോകുന്നു, അവിടെ കാണുന്ന സാധനം മുഴുവൻ പർച്ചേസ് ചെയ്തുകൊണ്ട് പോരും, ചിലപ്പോൾ കാശും തരാതെ വരും. അങ്ങനെയൊന്നും പറ്റാതെ ഈ യൂണിറ്റിൽ തന്നെയുള്ളവരോട് തന്നെ നിങ്ങൾ പരസ്പരം സഹകരിച്ച് അവിടെ പോയി പർച്ചേസ് ചെയ്ത് പോയാൽ ഈ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കച്ചവടം കുറവാണെന്നുള്ളത്. ഞാനിപ്പോൾ എൻ്റെ കടയിൽ വന്നാൽ ആര് വെച്ചാൽ പറയും കച്ചവടം ഇല്ല, ഞാൻ പറയാറുണ്ട് നല്ല കച്ചവടമുണ്ട് എന്ന് പറയുന്ന അവരതൊക്കെ കച്ചവടം എനിക്ക് പറ്റിയില്ല, കാശ് ഞാൻ പഠിച്ചിട്ടുള്ളത് കച്ചവടം ഉണ്ടെന്ന് തന്നെ പറയാമോ, ഇല്ലെന്നൊരു വാക്ക് പറയുന്നത്. നമ്മൾക്ക് കച്ചവടം ഉണ്ടെന്ന് തന്നെ പറഞ്ഞാൽ നമുക്ക് കച്ചവടം കേൾക്കൊണ്ടാൻ പറ്റും. അപ്പോൾ ഈ പുനരുദ്ധി ഇവിടെ എന്നെ ക്ഷണിച്ചതിനും ഇവിടെ സംസാരിക്കാൻ അവസരം തന്നതിനും എനിക്ക് അവസരം തന്ന ഈ യൂണിറ്റ് ഭാരവാഹികളോടും കമ്മിറ്റി അംഗങ്ങളോടും യൂത്ത് വനിതാ ഭാരവാഹികളോടും നിങ്ങളോരോരുത്തരോടും ഹൃദയംഗമായ നന്ദിയും ആശംസയും നിർത്തുന്നു. നന്ദി ചെയ്യ വ്യാപാരികൾ താങ്ക് യു ചോദിച്ചത്. ചടങ്ങിൻ്റെ 2 ഘട്ടം കൂടിയുള്ളൂ. അവസാനമായിട്ടുള്ള ആശംസകൾ അർപ്പിക്കാനായി ശ്രീ സന്തോഷ് അവർ ക്ഷണിച്ചു പോകുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും പുനരുദ്ധി യൂണിറ്റ് പ്രസിഡന്റുമായിട്ട് ശ്രീമാൻ സുധീർ മേനോൻ, ഇന്ന് ഈ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീമാൻ AJ റിയാസ്, തൃക്കാക്കര നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീമാൻ അസീസ് മൂലയിൽ, ജനറൽ സെക്രട്ടറി ശ്രീ ജോയ് ചേട്ടൻ, എറണാകുളം ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീമാൻ ജയ പീറ്റർ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി ശ്രീമാൻ അരുൺകുമാർ, സെക്രട്ടറി ഖജാൻജി ശ്രീ ജോയ് ചേട്ടൻ, ഈ യൂണിറ്റിനെ നയിക്കുന്ന മറ്റു ഭാരവാഹികളെ, ഈ യോഗം വളരെ ഗംഭീരമാകാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഏതായാലും ഈ യോഗത്തിൽ എത്തുന്ന സന്ദർഭത്തിൽ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നൊരു നിമിഷമാണ്. ഞാൻ ചോദിച്ചു, നമ്മുടെ ജില്ലയിലെ അംഗത്വം കൊണ്ട് ഒരു ചെറിയ യൂണിറ്റാണ്, പക്ഷേ ഈ യോഗത്തിൽ കാണുമ്പോൾ അംഗത്തിൽ അത്രയും തന്നെ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 100% വിജയം ഈ കുടുംബസംഗമം നടത്താനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതിന് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത്, ഇന്ന്
നമ്മൾക്കെല്ലാം മാതൃകയായി കൊണ്ട് നിൽക്കുന്ന ശരിക്കും വ്യാപാരി സമൂഹത്തിൽ തന്നെ ഒരു മുതൽക്കൂട്ടായി നിൽക്കുന്ന നമ്മുടെ എല്ലാം ടോപ്പ് ട്രെയിനർ അല്ലെങ്കിൽ നല്ലൊരു വാഗ്മി ഒരു മോട്ടിവേറ്ററായിട്ട് നിൽക്കുന്ന സുധീർമേനൻ ഈ യൂണിറ്റിനെ നേതൃത്വം നൽകൂ എന്നുള്ളത് വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യം. അത് തന്നെയാണ് ഈ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. മറ്റൊരു കാരണം, ഈ യൂണിറ്റിലെ എല്ലാ അംഗങ്ങളെയും നേരിട്ട് അറിയാൻ പറ്റുന്ന ഒരു ഭരണസമിതിയാണ് സത്യത്തിൽ ഇവിടെ നിൽക്കുന്നത്. അതില്ലെങ്കിൽ ചോദിക്കും, നീ എന്താ ഇന്നലെ കഴിഞ്ഞ ദിവസം വരാതിരുന്നത് എന്ന് ചോദിക്കാനായിട്ടുള്ള അത്രയും അടുപ്പം ഈ സംഘടനയിലുള്ള ഈ ഭാരവാഹികൾക്ക് സാധിക്കൂ എന്നുള്ളത് കൊണ്ടിട്ടും നമുക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം തുടരുന്നു. അതോടൊപ്പം തന്നെ ഈ സംഘടന നമ്മൾക്ക് ഏവർക്കും ഏറ്റവും അനുയോജ്യമാണ്. അല്ലെങ്കിൽ ഈ സംഘടനയുടെ തണലിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾക്ക് ഈ ചെറിയ കച്ചവടം വളരെ സുഗമമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. കാരണം മറ്റ് ഏത് വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാലും അതിനെ നേരിടാൻ പറ്റിയ തക്ക ശക്തിയുള്ള ഒരു സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നുള്ളത് നമ്മൾക്ക് ഏവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. ആ അഭിമാനത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇന്ന് ജോലി ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മാത്രമേ സൂചിക്കുന്നുള്ളൂ. കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ അമ്മ ഉണ്ടാകുമ്പോൾ മക്കളായ നമുക്ക് ഒരു ബുദ്ധിമുട്ടും അറിയില്ല. അവർ നമുക്കൊന്ന് മാറി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് അറിയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നതുപോലെയാണ് നമ്മുടെ ഈ പൊന്നുരുന്തി യൂണിറ്റിലെ നമ്മുടെ വ്യാപാരികളാവുന്ന ആളുകൾക്ക് ഈ സംഘടന കൊടുക്കുന്ന അഭയം എന്ന് പറയുന്നത്. കാരണം അവർ നമ്മൾ കൂടെയുള്ളപ്പോൾ നമുക്ക് എന്തിനും ഏതിനും മുന്നിട്ടിറങ്ങാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം നമ്മൾ ഏവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒറ്റക്കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഈ സംഘടനയെ നമ്മൾ സ്നേഹിക്കുക, ഈ സംഘടന നമുക്ക് ഒപ്പം നിൽക്കുക. സംഘടന പറയുന്ന ഏതു കാര്യങ്ങളും അച്ചടി ഒരു അല്പം പോലും കളയാതെ അത് പൂർണ്ണമായിട്ട് പ്രവർത്തനത്തിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ എല്ലാവരും ഒറ്റ മനസ്സോടെ നിൽക്കണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇനി പൊതുയോഗത്തിൽ എന്നെ ക്ഷണിക്കുന്നതിനും ഇതിനുവേണ്ടി സംസാരിക്കാനും അവസരം നൽകിയ ഈ യൂണിറ്റ് പാർട്ടിയുടെ എല്ലാവിധ നന്ദിയും അഭിനന്ദനവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ സന്തോഷ്. റെസൊല്യൂഷൻ പ്രമേയങ്ങൾ എന്തെങ്കിലും അവതരിപ്പിക്കാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ 1 മിനിറ്റിനകത്ത് വരിക, ഇല്ലെങ്കിൽ അടുത്തേക്ക് പോവാം. പ്രമേയമൊന്നും ഇല്ല എന്നുള്ള അനുമാനത്താൽ വോട്ട് ഓഫ് താങ്ക്സ് അർപ്പിക്കുന്നതിനായി ശ്രീ അനിൽ ജോസഫ്, ജോയിന്റ് സെക്രട്ടറി, അനിൽ ജോസഫ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞങ്ങളുടെ യൂണിറ്റിനെ ഇത്രയും നല്ല ഭംഗിയായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ തന്ന ഞങ്ങളൊരു പ്രസിഡന്റ് സുധീർമൻ സാറിനെ ആദ്യം തന്നെ നന്ദി പറയുന്നു. ജില്ലയുടെ ഭാരവാഹികളായ സി ജേക്കബ്, എ ജെ റിയാസ്, അജ്മുൽ ചക്കങ്കൽ, അസിസ് മൂലൈ, കെ ടി ജോയ്, ശ്രീ സന്തോഷ് എന്നീ ജില്ലയിൽ നിന്നും വന്നിട്ടുള്ള എല്ലാ നേതാക്കൾക്കും നന്ദി പറയുന്നു. പിന്നെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങളും രാപ്പകൽ ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്രയും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തിയത്. അവരെല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന എല്ലാ കലാകാരികൾക്കും നന്ദി പറയുന്നു. വനിതാ വിങ്ങിൻ്റെ പ്രസിഡന്റായ ജയ പീറ്ററിന് പ്രത്യേകം നന്ദി പറയുന്നു. വിട്ടുപോയതാണ്. പിന്നെ ഇവിടെ കൂടിയ എല്ലാവരും ഈ പ്രോഗ്രാം ഇത്രയും ഭംഗിയാക്കിയത് നിങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരുമാണ് ഇത്രയും ഭംഗിയാക്കിയത്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.